നമ്മൾ സംസാരിക്കുന്ന യുവാക്കളോടാണ്. യുവാക്കളാണ് ഈ ലോകത്തിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ എന്നതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ചലഞ്ച് പറയാൻ വേണ്ടി, പ്രത്യേകിച്ചും ബിസിനസ്സുകാർ പറയുന്ന ഒരു ചലഞ്ചാണ്. നമ്മളൊരു ടാർഗറ്റ് പറയുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇൻസെന്റീവ് തരാം നിനക്ക്, ഇത്ര പാക്കറ്റ് വിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പലരും അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അവൻ ഉള്ളതുകൊണ്ട് തൃപ്തനാണ്. ഇത്ര മതി എന്നൊരു ചിന്തയുണ്ട്. പണ്ടത്തെ ഒരു 90s ആളുകൾ ഇത്ര മതി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്ന പല ഫെസിലിറ്റീസും നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ ഗീഡിനെസ് ഇനിയും വലുതാക്കണം, ഇനിയും എക്സ്പാൻഡ് ചെയ്യണം, നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്ന ചിന്തയുടെ ഭാഗമാണ് നമ്മൾ ഇന്നിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും. ഇന്ന് ഇത്ര മതി എന്ന തോന്നല്, ഇത് ആരോട് പറയാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പം ഇത് ഈ കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കാം, അത് ചിലപ്പോൾ ഞങ്ങളുടെ ഈ പറയുന്ന എന്റെ പ്രശ്നമായിരിക്കാം. എന്നാലും ഇത്ര മതി എന്ന തോന്നൽ എന്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ അത് നല്ലതായിരിക്കില്ല. നാളെ നമുക്കത് ദോഷം ചെയ്യും. നമുക്ക് ഇനിയും വേണം, ഇനിയും ഉയരണം, ഇനിയും ഏൺ ചെയ്യണം, എനിക്ക് ഒരു വണ്ടി മേടിക്കണം, എനിക്കൊരു നല്ല വീട് വെക്കണം, അങ്ങനെയുള്ള കുറെ ഡ്രീംസും അത് അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങളെയും തപ്പുന്ന രീതിയിലുള്ള ഒരു ഉൾപ്രേരണ ഇന്നത്തെ യുവാക്കൾ കുറവാണ് എന്നത് ഒരു വലിയ ചലഞ്ചായിട്ട് സമൂഹത്തിൽ, പ്രത്യേകിച്ചും ബിസിനസ്സിൽ നിലനിൽക്കുന്നുണ്ട്.